ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു. കോഴിക്കോട് കാണാതായ യുവാവ് മരിച്ചുവെന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകി. എലത്തൂർ സ്വദേശി വിജിൻ മരിച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. റിയാസ് KMR വിവരങ്ങളുമായിട്ട് ചേരുന്നു. കോഴിക്കോട് കാണാതായിട്ടുള്ള ഈ വിജിൻ എന്ന് പറയുന്ന എലത്തൂർ സ്വദേശിയുടെ മരണം, ആ മരണത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ് റിയാസ് KMR? കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിജിലിനെ 2019 മാർച്ച് 3-ാം വാരത്തോടുകൂടിയാണ് കാണാതാകുന്നത്. അന്ന് ബൈക്കിൽ വീട്ടിൽ നിന്ന് പോയ വിജിലിനെ പിന്നീട് കാണാതാവുന്നു. ഇതേ തുടർന്ന് പിതാവ് ഈ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നുണ്ട്. 6.5 വർഷമായി ഈ വിജിൽ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ഈ വിജിലിൻ്റെ അച്ഛനും അമ്മയുമെല്ലാം. അതിനിടെയാണ് പോലീസും ഇതിൽ തുടക്കത്തിൽ അന്വേഷണം നടത്തി. ഇപ്പോൾ അറസ്റ്റിലായ 2 സുഹൃത്തുക്കളടക്കം ഉള്ള ഈ കൃത്യത്തിൽ പങ്കുള്ള 3 സുഹൃത്തുക്കളുടെയും മൊഴി നേരത്തെയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അന്നെല്ലാം നുണകൾ പറഞ്ഞ് ഈ 3 പ്രതികളും അന്വേഷണ സംഘത്തിന് മുൻപിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ഇതിൽ നിലവിലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണദാസിന് വലിയൊരു സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പോലീസ് ഇൻസ്പെക്ടർ ഈ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന വേളയിൽ KR രഞ്ജിത്ത് എന്നാണ് പോലീസ് ഇൻസ്പെക്ടറുടെ പേര്. അദ്ദേഹത്തെ വിളിച്ച് ഇതൊരു കൊലപാതക സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്ന് തോന്നുന്നുണ്ട്, ഇത് കൃത്യമായി അന്വേഷിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് അന്വേഷിക്കുന്നു. അങ്ങനെ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന 1-ാം പ്രതി നിഖിലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. 2-ാം പ്രതി ദീപേഷിനെയും 3-ാം പ്രതി ദീപേഷിനെയും ഇങ്ങനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടപ്പോഴാണ് സംശയം തോന്നുന്നത്. സംശയം തോന്നിയതോടെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിലാണ് അമിതമായ ലഹരി ഉപയോഗത്തിനിടെ തങ്ങൾക്കൊപ്പം ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിനിടെ വിജിൽ മരിച്ചെന്നും ആ മരിച്ചത് 2019 അതേ ദിവസം തന്നെയാണെന്നും ഒപ്പം തന്നെ അന്ന് തങ്ങൾ ആദ്യം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു, അതിനുശേഷം 1-ാം പ്രതി നിഖിൽ ഈ വിജിലിന്റെ ശരീരത്തിലേക്ക് ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നു. അത് അമിതമായതോടുകൂടി വിജിൽ അബോധാവസ്ഥയിലാകുന്നു. മരിച്ചെന്ന് കരുതി ഒപ്പമുണ്ടായിരുന്ന നിഖിലും ഒപ്പം തന്നെ ദീപേഷും, ഇവർ 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 3-ാമതാൾ രഞ്ജിത്തുണ്ട്. ആ രഞ്ജിത്ത് ഒളിവിലാണ്. ഈ 3 പേരും ചേർന്ന് ഈ വിജിലിന്റെ ശരീരത്തിൽ കല്ല് കെട്ടി ഒരു ചതുപ്പിലേക്ക് താഴ്ത്തുന്ന, കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന ചതുപ്പിലേക്ക് താഴ്ത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് സ്വന്തം സുഹൃത്തുക്കൾ, സ്ഥിരമായി മദ്യപിക്കുന്നതിനും മറ്റുമൊക്കെ ഒത്തുചേരുന്ന സുഹൃത്തുക്കൾ ഈ ലഹരിയുടെ ആഘാതത്തിൽ അവർ ചെയ്ത ഒരു വലിയ ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ്. അതിൻ്റെ ചുരുളാണ് 6.5 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ദയനീയമായൊരു സംഭവം. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമാകുന്നത്. മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് അവർ പോകുന്നു. ഇനി പ്രതികളെയെല്ലാം തന്നെ ഇപ്പോൾ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം പോലീസ് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ, 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയും ഇതോടൊപ്പം നൽകുന്നുണ്ട്. അത് ഇന്ന് പരിഗണിച്ചില്ലെങ്കിൽ നാളെ ഒരിക്കൽ കൂടി കോടതിയുടെ മുൻപാകെ ഈ കസ്റ്റഡി അപേക്ഷ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ KR രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. ശരി, റിയാസ് KMR. കോഴിക്കോട്ട് കാണാതായ യുവാവ് മരിച്ചു എന്ന് മൊഴി നൽകിയിരിക്കുന്നു സുഹൃത്തുക്കൾ. അത് ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള രീതിയിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. CPIM നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ അടങ്ങുന്ന കത്ത് ചോർന്നുവെന്ന വിവാദത്തിൽ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ